IPL പുതിയ സീസൺ ആരംഭിക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ പ്രമുഖ താരങ്ങളുടെ പരിക്ക് ഫ്രാഞ്ചൈസികളെ വല്ലാതെ വലയ്ക്കുന്നുണ്ട്. ഇതിനാൽ തന്നെ ആരാധകർക്കിടയിൽ IPL ഇപ്പോൾ ഇന്ത്യൻ ഇഞ്ചുറി ലീഗ് എന്ന പരിഹാസ പേരും നേടിക്കഴിഞ്ഞു. നിലവിലെ ചാമ്പ്യന്മാരായ റോയൽ ചാലഞ്ചേഴ്സ് ബാംഗ്ലൂരു, മുൻ ചാമ്പ്യന്മാരായ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ്, കിരീടം മോഹിച്ചെത്തുന്ന ലക്നൗ സൂപ്പർ ജയൻസ് എന്നീ ഫ്രാഞ്ചൈസികളെയാണ് പരിക്ക് ഏറ്റവും കൂടുതൽ ബാധിച്ചിട്ടുള്ളത്. മറ്റു ടീമുകളിലും പരിക്കിന്റെ ആശങ്കകൾ വിട്ടുമാറുന്നില്ല. RCBയെ സംബന്ധിച്ചിടത്തോളം കിരീടം നിലനിർത്താനുള്ള പോരാട്ടത്തിൽ സ്റ്റാർ പേസർ ജോഷ് ഹൈസൽവുഡിന്റെ പരിക്ക് വലിയ തിരിച്ചടിയാണ്. കഴിഞ്ഞ സീസണിലെ അവരുടെ ലീഡിംഗ് വിക്കറ്റ് ടേക്കറായ ഹൈസൽവുഡ് ഏപ്രിൽ പകുതിയോടെ മാത്രമേ ടീമിനൊപ്പം ചേരൂ. പകരക്കാരനായി ജേക്കബ് ഡെഫി ഉണ്ടെങ്കിലും താരം അത്ര മികച്ച ഫോമിലല്ല എന്നത് മാനേജ്മെന്റിനെ കുഴപ്പിക്കുന്നുണ്ട്. കൂടാതെ ശ്രീലങ്കൻ പേസർ നുവാൻ തുഷാരയും പരിക്കിന്റെ പിടിയിലാണ്. സൺറൈസേഴ്സ് ഹൈദരാബാദിനാകട്ടെ നായകൻ പാറ്റ് കമിൻസിനെ നഷ്ടമായതോടെ ടീം അപ്പാടെ അഴിച്ചുപണിയേണ്ടി വന്നു. ഇഷാൻ കിഷാനെ താൽക്കാലികമായി ക്യാപ്റ്റനായി നിയമിച്ചെങ്കിലും ബൗളിംഗിലെ ആശങ്കകൾ ഒഴിഞ്ഞു മാറുന്നില്ല. 3 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ ഓസീസ് താരം ജാക്ക് എഡ്വാർഡ്സും പരിക്കിനെ തുടർന്ന് പുറത്തായത് അവരുടെ വിദേശ പേസ് ഓപ്ഷനുകളെ ദുർബലമാക്കിയിട്ടുണ്ട്. കൊൽക്കത്തയുടെ കാര്യമെടുത്താൽ 18 കോടി രൂപയ്ക്ക് സ്വന്തമാക്കിയ മദീഷ പതിരാനയും ഇന്ത്യൻ യുവ പേസർ ഹർഷിത് റാണയും പരിക്കിന്റെ പിടിയിലാണ്. 2020 ലോകകപ്പ് ക്യാമ്പിനിടെ പരിക്കേറ്റ ഹർഷിതിന്റെ അഭാവം KKRന് വലിയ നഷ്ടമാണ്. ഇതിനിടെ വിവാദങ്ങളെ തുടർന്ന് മുസ്തഫിസുർ റഹ്മാനെ റിലീസ് ചെയ്ത ടീം സിംബാബ്വെ താരം ബ്ലെസിംഗ് മുസറാബാനിയെ പകരക്കാരനായി എത്തിച്ചിട്ടുണ്ട്. ലക്നോ നിരയിൽ വാനന്ദു ഹസരംഗെ, മൊഹസിൻ ഖാൻ, മായങ്ക് യാദവ് എന്നീ 3 പ്രധാന ബൗളർമാരും പരിക്കിനെ തുടർന്ന് പുറത്തായതോടെ അവരുടെ ഗെയിം പ്ലാനുകൾ തന്നെ തകിടം മറിഞ്ഞു. ഇതിനു പുറമെ ചെന്നൈയുടെ നദൻ എല്ലീസ്, രാജസ്ഥാൻ സാംത്കറൻ, മുംബൈയുടെ അർദവ അൻഗോൽക്കർ എന്നിവർക്കും ഈ സീസൺ പൂർണ്ണമായും നഷ്ടമായേക്കും. കുടുംബപരമായ കാരണങ്ങളാൽ ലോക്കി ഫർഗൂസനും ആദ്യ മത്സരങ്ങളിൽ ഉണ്ടായിരിക്കില്ല. പ്രമുഖ താരങ്ങളുടെ ഈ കൂട്ടത്തോടെയുള്ള പിന്മാറ്റം ടൂർണമെന്റിന്റെ ആവേശത്തെ ബാധിക്കുമോ എന്ന ആശങ്കയിലാണ് ക്രിക്കറ്റ് ലോകം.